Hello, welcome back to my YouTube channel. My name is Fazil. ഇത് ഈ കോഴ്സിൻ്റെ മുമ്പുള്ള ക്ലാസ്സുകളിൽ നിങ്ങൾ കാണാത്തത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോകൾ ആദ്യം കണ്ടിട്ട് ഇത് കാണുന്നതായിരിക്കും കണ്ടിന്യൂവേഷന് ഏറ്റവും നല്ലത്. സ്കാമിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതെല്ലാം ടൈപ്പ് സ്കാമുകൾ മാർക്കറ്റിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പല ടൈപ്പ് സ്കാമുകളെ പറ്റി നമ്മൾക്ക് മെൻഷൻ ചെയ്തിരുന്നു. അതിലധികവും ബിസിനസ്സുകാരെയും ഇൻഡിവിജ്വൽസിനെയും ടാർഗറ്റ് ചെയ്യുന്നതായിരുന്നു. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് മെയിനായിട്ട് ബിസിനസ്സുകാരെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടുള്ള സ്കാമാണ്. നമ്മൾ ഒരു ബിസിനസ്സുകാരൻ്റെ ദൈനംദിന ജീവിതത്തിൽ പലതരത്തിലുള്ള സ്കാമുകളും ഫേസ് ചെയ്യേണ്ടി വരും. അത് എങ്ങനെയെന്ന് അറിഞ്ഞാൽ മാത്രമേ നിങ്ങളൊരു പുതിയൊരു ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെ പറ്റിയിട്ട് ഓൾറെഡി അവെയർ ആയിരിക്കണം. ബുദ്ധിയുള്ള ആൾ അന്യൻ്റെ മിസ്റ്റേക്കിൽ നിന്ന് പഠിക്കും, ബുദ്ധിയില്ലാത്തവൻ സ്വന്തം മിസ്റ്റേക്കിൽ നിന്ന് പഠിക്കും. അപ്പോൾ അന്യൻ്റെ മിസ്റ്റേക്കിൽ നിന്ന് എപ്പോഴും പഠിക്കുന്നതാണ് നല്ലത്. ഞാൻ കുറച്ചും ഒരു ബയ്യർ എന്ന നിലയ്ക്ക് നിങ്ങൾ എന്തെല്ലാം സ്കാമുകളെയാണ് നേരിടേണ്ടത് എന്നുള്ളതിന് നമ്മളുടെ ഈ ക്ലാസ്സിന് വേണ്ടിയിട്ട് ഒരു പ്രസൻറ്റേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്രസൻറ്റേഷനിലേക്കും നമ്മൾക്ക് പോകാം. ഒന്നായിട്ട് എന്തൊക്കെയാണ് ബയർ സൈഡ് സ്കാം എന്ന് നമുക്ക് നോക്കാം. സ്കാം ഫേസ്ഡ് വൈൽ പർച്ചേസിങ് ഗുഡ്സ് ആൻഡ് സർവീസ്. നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ പർച്ചേസിങ്ങിൽ വിൻ ചെയ്താൽ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ പാതി വിൻ ചെയ്തു. കാരണം നല്ല പ്രോഡക്റ്റ് നല്ല പ്രൈസിന് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നല്ല പ്രൈസ് നല്ല പ്രോഡക്റ്റ് നിങ്ങൾക്ക് നല്ല കസ്റ്റമർ വിൻ ചെയ്യാൻ നിങ്ങളുടെ സെയിൽസ് ടീമിന് വിൻ ചെയ്യാൻ കഴിയും. നിങ്ങൾ പർച്ചേസിങ്ങിൽ പാളിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് നഷ്ടത്തിലാകും. അപ്പോൾ ഒന്നൊന്നായിട്ട് നമുക്ക് ഇത് പരിശോധിച്ച് നോക്കാം. വൈ ബയേഴ്സ് ആർ ഈസി ടാർഗറ്റ്സ്. എന്തുകൊണ്ടാണ് ബയേഴ്സ് ആർ ഈസി ടാർഗറ്റ്സ് എന്ന് നോക്കാം. നിങ്ങൾക്ക് നോക്കിക്കോളൂ, നമ്മളുടെ ജീവിതത്തിൽ ബയേഴ്സ് എന്തുകൊണ്ടാണ് ഈസി ടാർഗറ്റ് ആവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they search for better prices. എപ്പോഴും ബെറ്റർ പ്രൈസിന് വേണ്ടിയിട്ട് സെർച്ച് ചെയ്യുന്നത് ആരാണ്? അത് ബയ്യറാണ്. ഡെഫിനറ്റ്ലി നിങ്ങളുടെ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിലെയോ അല്ലെങ്കിൽ ചെറിയ ബിസിനസ് ആണെങ്കിൽ നിങ്ങൾ തന്നെയോ എപ്പോഴും പുതിയ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ല പ്രൈസിന് വേണ്ടിയിട്ട് നിങ്ങൾ എപ്പോഴും സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കണം. ലുക്ക് ഫോർ ന്യൂ സപ്ലയേഴ്സ്. നിങ്ങളുടെ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്വഭാവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലയബിൾ സപ്ലയേഴ്സ് മാത്രമല്ല, റിലയബിൾ സപ്ലയേഴ്സ് എപ്പോഴെങ്കിലും ഹയർ ആയിട്ട് ചാർജ് ചെയ്യുന്നു മാർക്കറ്റിനെക്കാളും എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ പുതിയ സപ്ലയേഴ്സിനെ നിങ്ങൾ സെർച്ച് ചെയ്യും. അല്ലെങ്കിൽ റിലയബിൾ സപ്ലയേഴ്സിൻ്റെ അടുത്ത് നിങ്ങളുടെ അടുത്തുള്ള ലിസ്റ്റഡ് ആയിട്ടുള്ള വെൻഡേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾക്ക് വേണ്ട ഗുഡ്സ് അവർ ക്യാരി ചെയ്യുന്നില്ല, അപ്പോഴും പുതിയ സപ്ലയേഴ്സിന് ഇതാകും. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ലിസ്റ്റഡ് ആയിട്ടുള്ള സപ്ലയേഴ്സ് നിങ്ങൾക്ക് സപ്ലൈ ചെയ്യുന്നത് നിർത്തി സർട്ടൈൻ ഒരു കാരണം കൊണ്ട്, ഒന്നില്ലെങ്കിൽ പേയ്മെൻറ്റ് ഇഷ്യൂസ് ആയിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡേ ആയിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ ലിസ്റ്റഡ് സപ്ലയർ പൂട്ടിപ്പോയിട്ടുണ്ടാവും. അപ്പോഴും നിങ്ങൾ പുതിയ സപ്ലയേഴ്സിന് നിങ്ങൾ തപ്പിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയ വെണ്ടറാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പുതിയ സപ്ലയേഴ്സിന് വേണം. അത് കാരണങ്ങൾ അനവധി ഉണ്ടാകും. പുതിയ സപ്ലയേഴ്സിനെ തേടുക എന്നുള്ളത് ഒരു പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഒരു എം ഡി അല്ലെങ്കിൽ ചെറിയ കമ്പനി ആണെങ്കിൽ ഒരു എം ഡിയുടെ കടമയാണ്. ട്രൈ ടു കട്ട് ദ കോസ്റ്റ്. നിങ്ങളെപ്പോഴും വാങ്ങിക്കുന്ന പ്രൈസ് കുറച്ച് വാങ്ങിക്കാൻ കഴിയുമോ? 150 രൂപയ്ക്ക് വാങ്ങിക്കുന്നത് എങ്ങനെ എനിക്ക് 120 രൂപയ്ക്കോ അല്ലെങ്കിൽ 100-ന് വാങ്ങിക്കാൻ പറ്റുമെന്ന് നിങ്ങളെപ്പോഴും ട്രൈ ചെയ്യും. അതായത് പർച്ചേസിൽ നമ്മൾ കുറച്ച് വാങ്ങിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മളുടെ ലാഭം കൂടും. പർച്ചേസ് ഒരു സിമ്പിൾ ആക്ടിവിറ്റിയാണെന്ന് തോന്നും. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ഇത് വളരെ എളുപ്പമുള്ള ജോബ്, പക്ഷേ എനിക്ക് അത് ടെറിബിളായിട്ടൊരു ജോബാണെന്ന് പറയില്ലേ, അതുപോലെ തന്നെ ഒരു ജോബാണ് പർച്ചേസിങ് ജോബ്. ഒരു നല്ല പേരും കിട്ടാത്തൊരു ജോബാണ് കമ്പനിയിൽ പർച്ചേസിങ് ജോബ് എന്ന് പറയുന്നത്. എപ്പോഴും റിസ്ക്കിയാണ്. എന്തെങ്കിലും പ്രൊഡക്റ്റ് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ പർച്ചേസിങ്ങിൻ്റെ തലയിലാണ് ഇടുക. കാരണം എപ്പോഴും അതിന് മാനേജിങ് ഡയറക്ടർ ആ കമ്പനി ലാഭകരമാക്കാൻ പർച്ചേസിങ്ങിന് പ്രഷർ ചെയ്തുകൊണ്ടേയിരിക്കും.
പുതിയ വെണ്ടറിനെ തപ്പാനും അതുവഴി കോസ്റ്റ് കട്ട് ചെയ്യാനും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. വർക്ക് അണ്ടർ ടൈം പ്രഷർ. ചിലപ്പോൾ 15-ാം തീയതി ഒരു ഡെലിവറി കൊടുക്കണം നിങ്ങൾക്ക് ഒരു കസ്റ്റമർക്ക്. 10-ാം തീയതിയായി, ഇതുവരെയും നിങ്ങളുടെ എക്സിസ്റ്റിംഗ് സപ്ലയർ നിങ്ങൾക്ക് ഡെലിവറി തന്നിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് പുതിയ സപ്ലയറിന് നിങ്ങൾ തേടിക്കൊണ്ടിരിക്കും. ഈ അവസ്ഥകൾ എങ്ങനെയാണ് ഒരു സ്കാമർമാർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് നോക്കാം. പോസ് ആസ് എ ചീപ്പ് സപ്ലയർ. അവരുടെ ഫസ്റ്റ് ഒരു ചീപ്പ് സപ്ലയറായിട്ട് അവർ ഇതാക്കും. അവർ ബിഹേവ് ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഡയറക്റ്റ് വെണ്ടറാണ് എന്നുള്ള ലെവലായിരിക്കും. അണ്ടർകട്ട് ഒരു 20-40% കോസ്റ്റ് കുറച്ച് പറയും. പ്രോമിസ് ഫാസ്റ്റ് ഡെലിവറി പ്രോമിസ് ചെയ്യും. അർജൻസി മനസ്സിൽ 10-ാം തീയതി 15-ാം തീയതി നിങ്ങളുടെ ടൈം ലൈൻ ആണെങ്കിൽ ഞാൻ 12-ാം തീയതിക്കുള്ളിൽ നിങ്ങൾക്ക് ഡെലിവറി തരാം. ഫേക്ക് ഡയറക്റ്റ് മാനുഫാക്ചറർ ടാഗ്. അപ്പോൾ അവർ ഞങ്ങൾ മാനുഫാക്ചർ ആണെന്ന ഒരു ബിഹേവ് ചെയ്യും. അവർ എന്തെങ്കിലും നിങ്ങളുടെ അടുത്ത് പറയുന്നത് അല്ലെങ്കിൽ അയച്ചു തരുന്ന വീഡിയോ ഒക്കെ അവർ മാനുഫാക്ചർ ആണെന്ന് അവർ പ്രസൻറ്റ് ചെയ്യുന്ന തെളിവുകളായിരിക്കും അവരുണ്ടാക്കുക. ക്രിയേറ്റ് ഫാൾസ് അർജൻസി. അവർ പറയും കുറച്ച് സാധനമുള്ളൂ, 1000 പീസേ ഉള്ളൂ, അല്ലെങ്കിൽ 500 പീസേ ഉള്ളൂ, ഇപ്പം തീർന്നു പോകും, നിങ്ങൾക്ക് വേറെ ഉണ്ടെങ്കിൽ പറയും ഞങ്ങൾക്ക് ഇപ്പോൾ അത് വിൽക്കണം. നിങ്ങൾക്ക് റിക്വയർമെൻറ്റ് ഉണ്ടെന്ന് ബയർ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇല്ലാത്തൊരു അർജൻസി ക്രിയേറ്റ് ചെയ്യും. അത് ഒരു എക്സ്ട്രാ പ്രഷറിലേക്ക് ലീഡ് ചെയ്യും. വെൻ കോസ്റ്റ്, സ്പീഡ്, ട്രസ്റ്റ് കൊളീഡ്, സ്കാം റിസ്ക് മൾട്ടിപ്ലൈറ്റ്. എപ്പോഴെല്ലാം കോസ്റ്റ്, സ്പീഡ്, ട്രസ്റ്റ് നശിക്കുന്നു, സ്കാമിൻ്റെ ചാൻസ് കൂടുതലാണ്. ഫേക്ക് സപ്ലയർ സ്കാം. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്? ഫേക്ക് ആയിട്ട് സപ്ലയർ സ്കാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ആദ്യം നിങ്ങൾക്ക് ഒരു അട്രാക്റ്റീവ് കാറ്റലോഗ് അയച്ചു തരും വിത്ത് ലോ പ്രൈസസ് നിങ്ങളുടെ ഇമെയിലിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ. സപ്ലയർ പ്രൊവൈഡ് GST ആൻഡ് ഡോക്യുമെൻറ്റേഷൻ. മിക്കവാറും അത് ഫേക്ക് ആയിരിക്കും. എല്ലാ കമ്പനി ഡോക്യുമെൻറ്റ്സ് ഒക്കെ അയച്ചു തരും. അത് മിക്കവാറും ഫേക്ക് ആയിരിക്കും. ഡിമാൻഡ്സ് അഡ്വാൻസ് പേയ്മെൻറ്റ് ടു ബ്ലോക്ക് സ്റ്റോക്ക്. ഇവിടെയാണ് അവരുടെ കളി. എപ്പോഴും എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് പേയ്മെൻറ്റ് ചോദിച്ചുകൊണ്ടിരിക്കും സ്റ്റോക്ക് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി. പിന്നെ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഫോണും ഉണ്ടാവില്ല, സ്വിച്ച് ഓഫ് ആയിരിക്കും, വെബ്സൈറ്റും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, ഗുഡ്സ് ഉണ്ടാവില്ല. എന്തൊക്കെയാണ് റെഡ് ഫ്ലാഗ്? എവിടെയൊക്കെയാണ് ചുവന്ന കൊടി? എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് ഒരു അലേർട്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുക? ന്യൂ സപ്ലയർ വിത്ത് യൂഷ്വലി ലോ പ്രൈസ്. അൺയൂഷ്വലായിട്ടുള്ള ഒരു ലോ പ്രൈസ്, ഒരു 40% ഡിഫറൻറ്റ് നിങ്ങളുടെ എക്സിസ്റ്റിംഗ് സപ്ലയറുമായിട്ട് ഇതുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കണം, നിങ്ങൾ ഭയക്കണം. പ്രഷർ ഫോർ അഡ്വാൻസ് ഫുൾ പേയ്മെൻറ്റ്. ഒരു അഡ്വാൻസ് പേയ്മെൻറ്റോ അല്ലെങ്കിൽ ഫുൾ പേയ്മെൻറ്റിന് വേണ്ടി പ്രഷർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴും നിങ്ങൾ ഭയക്കണം. ഓൺലി വാട്സപ്പ് കമ്മ്യൂണിക്കേഷൻ. ഇമെയിലില്ല, അല്ലെങ്കിൽ വേറെ അങ്ങനെയുള്ള റിട്ടേൺ കമ്മ്യൂണിക്കേഷൻസ് ഒന്നുമില്ല. ഇമെയിലില്ല, വെബ്സൈറ്റില്ല, ഒന്നുമില്ല. നോ വെരിഫിക്കേഷൻ ഓഫ് ഫിസിക്കൽ അഡ്രസ്സ് വെരിഫിക്കേഷൻ ചെയ്യാൻ കഴിയുന്നില്ല. ഹൗ ടു പ്രൊട്ടക്റ്റ് യുവർ സെൽഫ്. ഇവർ ബിഹേവ് ചെയ്യുക, നിങ്ങൾ പറയും ഞാൻ നിങ്ങളുടെ ലൊക്കേഷനിൽ വരാം, അഡ്രസ്സ് അയച്ചു തരുമോ, അല്ലെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഡയറക്റ്റ് ഫാർമറാണ്, അല്ലെങ്കിൽ ഡയറക്റ്റ് ഞങ്ങൾക്ക് കടയില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഇവർ അത് ഒഴിവാക്കി വിടുക. ഹൗ ടു പ്രൊട്ടക്റ്റ് യുവർ സെൽഫ്. വെരിഫൈ GST കമ്പനി രജിസ്ട്രേഷൻ ഓൺലൈൻ. GST ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൺലൈനിൽ പോയിട്ട് കമ്പനി രജിസ്ട്രേഷൻ GST അത് നിങ്ങൾ നോക്കുക, എത്ര വർഷമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു എന്ന് നിങ്ങൾ നോക്കുക. റിക്വസ്റ്റ് വീഡിയോ കോൾ അല്ലെങ്കിൽ വെയർഹൗസ് വിസിറ്റ്. കഴിയുന്നതും പോകാൻ നോക്കുക. വീഡിയോ കോളിലിടുക, വെയർഹൗസ് കാണിച്ചു തരാൻ പറയാം, ഫാക്ടറി കാണിച്ചു തരാൻ പറയാം. മേക്കിംഗ് കാണിച്ചു തരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്ടറി ജസ്റ്റ് കാണിച്ചു തരാൻ പറഞ്ഞാൽ മതി. വെയർഹൗസ് കാണിച്ചു തരാൻ പറയാം, ഗുഡ്സ് കാണിച്ചു തരാൻ പറയാം. സ്റ്റാർട്ട് വിത്ത് സ്മോൾ ട്രയൽ ഓർഡർ ഫസ്റ്റ്. എപ്പോഴും എത്ര വലിയ ഓർഡർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറിയ ഓർഡർ, ഒരു സ്മോൾ ഓർഡറിൽ വേണം ബിഗിൻ ചെയ്യാൻ. സാമ്പിള് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പുതിയതിലേക്ക് നിങ്ങൾ വലിയ ഓർഡർ കൊടുത്താൽ മതി. അതിനേക്കാൾ നല്ലതാണ് ഫ്രീ സാമ്പിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ നോക്കുക. ഫ്രീ സാമ്പിൾ ഉണ്ടെങ്കിൽ അതെടുക്കുക. ഈവൻ സാമ്പിളിനുള്ള കോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു കൊറിയർ കോസ്റ്റും ചെറിയൊരു 500 രൂപേൻ്റെ താഴെ കോസ്റ്റ് ആണെങ്കിൽ അതേ നഷ്ടപ്പെടുന്നുള്ളൂ. നെവർ പേ ഫുൾ അഡ്വാൻസ് ടു ന്യൂ വെണ്ടർ. ഒരു കാരണവശാലും നിങ്ങൾ പുതിയ വെണ്ടേഴ്സിന് ഫുൾ അഡ്വാൻസ് കൊടുക്കരുത്. റിയൽ ലൈഫ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇനി 2022 ഒരു മുംബൈ ബേസ്ഡ് ഇലക്ട്രോണിക് റീറ്റെയിലർ 4.8 ലക്ഷത്തിൻ്റെ ഒരു
റിക്വയർമെൻ്റ് ഉണ്ടായിരുന്നു. സപ്ലയർ ഇന്ത്യ മാർട്ടിൽ ഇത് സാംസങ് ഫോൺ ഓഫർ ചെയ്തു 30% ബിലോ MRP-നെക്കാളിലും 30% താഴത്തിൽ ഇന്ത്യ മാർട്ട് വഴി കൊട്ടേഷൻ അയച്ചു. ആഫ്റ്റർ പേയിങ് അഡ്വാൻസ് വയ UPI, സെല്ലർ ബ്ലോക്ക്ഡ് ഓൾ കോൺടാക്ട്. 4.8 ലക്ഷം പോയി. പോലീസ് ഫൗണ്ട് GST നമ്പർ ബിലോങ്സ് ടു എ ഷട്ടർ ടെക്സ്റ്റൈൽ ഫേം. GST നമ്പർ ഉണ്ട്, പക്ഷേ ഇയാൾ കൊടുത്ത ആ നമ്പറിൽ അങ്ങനെയൊന്നുമില്ല. പക്ഷെ അതിനുശേഷം ഇന്ത്യ മാർട്ട് കൂടുതലായിട്ടുള്ളൊരു ക്യാരക്ടറൊക്കെ ഒരു ഇതാക്കി അവർ ഡയറക്റ്റ് ഓഫീസിൽ വന്ന് വെരിഫൈ ചെയ്യുന്നുണ്ട്, ഫോൺ കോളിൽ വെരിഫൈ ചെയ്യുന്നുണ്ട്, ട്രസ്റ്റ് സീൽ കൊടുക്കുന്നതിന് മുമ്പ് ഒരുപാട് വെരിഫൈ ചെയ്യുന്നുണ്ട്. അതെല്ലാം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പിന്നെ ഏതെങ്കിലും ഒരു കസ്റ്റമറിൻ്റെ അടുത്ത് നിന്ന് ഒരു മോശപ്പെട്ട അനുഭവം പ്രൊഡക്റ്റ് ക്വാളിറ്റിയിലോ അല്ലെങ്കിൽ പേയ്മെൻറ്റ് മേടിച്ചിട്ട് പ്രോഡക്റ്റ് ഡെലിവറി ആകാണ്ടിരിക്കണമുള്ള കംപ്ലയിൻറ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ കമ്പനിയെ അവിടെ പുറത്താക്കുന്നുമുണ്ട്, അങ്ങനെയുള്ളവരെ ബ്ലോക്ക് ആക്കുന്നുമുണ്ട്. ഓക്കെ, ഇനി അടുത്ത ഒരു കോമൺ ആയിട്ട് കണ്ടുവരുന്ന സ്കാമാണ് അഡ്വാൻസ് ആൻഡ് ടോക്കൺ സ്കാം ഫ്ലോ. ഫസ്റ്റ് എങ്ങനെയായിരിക്കും? സപ്ലയർ മെസ്സേജ് യു വിത്ത് എക്സ്ക്ലൂസീവ് ഡീൽ. മാർക്കറ്റിൽ 100 രൂപ ഉള്ളത് 70 രൂപയ്ക്കോ അല്ലെങ്കിൽ 65 രൂപയ്ക്കോ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നു. ലിമിറ്റഡ് സ്റ്റോക്ക്, പേ ടോക്കൺ നൗ ടു കൺഫേം. ഇപ്പം തന്നെ അഡ്വാൻസ് ഇതായോ ടു കൺഫേം ചെയ്യാൻ. സ്മോൾ ടോക്കൺ പെയ്ഡ്. സ്മോൾ ടോക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ 1000 രൂപയായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ചെറിയൊരു രൂപയായിരിക്കും. ആ ഒരു 1 ലക്ഷത്തിൻ്റെ ആണെങ്കിൽ ചിലപ്പോൾ 5000 രൂപയൊക്കെ ആയിരിക്കും പേയ്മെൻറ്റ് ഇട്ടുണ്ടാവുക. അപ്പോൾ നമ്മളും വിചാരിക്കും ഓക്കെ ഇത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ട്, കിട്ടുമല്ലോ, അപ്പോൾ 5000 ജസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പോയാൽ പോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനുമായിട്ട് ഒരു കമ്മിറ്റ്മെൻ്റായി. ന്യൂ ചാർജസ് വരും, GST, ട്രാൻസ്പോർട്ട്, കസ്റ്റംസ്, അത് ഇതെന്ന് പറഞ്ഞിട്ട് ആ പുതിയ ചാർജസുകൾ ഇങ്ങനെ കൂട്ടിക്കൊണ്ടേയിരിക്കും. അത് നമ്മൾ കൊടുത്താൽ അതോടുകൂടി പൈസ പോയി, പിന്നെ അവൻ നമ്മുടെ ഫോൺ എടുക്കില്ല. കൊടുത്തില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ പഴയ അഡ്വാൻസ് എമൗണ്ട് പോവില്ലേ എന്ന് വിചാരിക്കും. ആ ഒരു കമ്മിറ്റ്മെൻറ്റ് അത് ചൂഷണം ചെയ്യും. സപ്ലയർ വാനിഷസ്, മണി ഗോൺ, നോ ഗുഡ്സ്. റെഡ് ഫ്ലാഗ്, ചുവന്ന കൊടി. എപ്പോഴാണ് നമ്മളിത് സ്മെല്ല് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം, അല്ലെങ്കിൽ ഒരു ഗട്ട് ഫീൽ നിങ്ങൾക്ക് തന്നെ വരും. മൾട്ടിപ്പിൾ അൺഎക്സ്പെക്റ്റഡ് ന്യൂ ചാർജ് ആഫ്റ്റർ പേയ്മെൻറ്റ്. എപ്പോഴെങ്കിലും ഒരു പേയ്മെൻറ്റിന് ശേഷം ഒരാൾ ഹിഡൻ ആയിട്ടുള്ള ചാർജസ് പറയുകയാണെങ്കിൽ ചിലപ്പോൾ അയാളുടെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ ഹിഡൻ ആയിട്ടുള്ള എന്തെങ്കിലും വാക്ക് വെച്ചിട്ടുണ്ടാവും. അതല്ലെങ്കിൽ ഹാഫ് പേയ്മെൻറ്റ് ഓൺലി എന്നാ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടാവും. ഹാഫ് പേയ്മെൻറ്റ് ഓൺലി എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത് മൊത്തം വിലൻ്റെ ഒറിജിനൽ പ്രൈസിൻ്റെ ഹാഫ് പേയ്മെൻ്റ് ആണ് ഇതാക്കുന്നതെന്ന്. അവൻ പിന്നീട് പറയും ഹാഫ് പേയ്മെൻ്റ് എന്ന് ഞാൻ പറഞ്ഞു ശരി തന്നെയാണ്, പക്ഷേ ഇപ്പോൾ 1000 രൂപയാണെന്നുണ്ടെങ്കിൽ ആദ്യം 500 തരിക, പിന്നെ 500 തരിക എന്നുള്ളതാണ് ഉദ്ദേശം എന്ന് പറഞ്ഞിട്ട് കൺഫ്യൂസ് ചെയ്യുന്ന മാതിരി പറയും. നോ റിട്ടേൺ കൊട്ടേഷൻ ഓർ അഗ്രിമെൻറ്റ് പ്രൊവൈഡർ. എപ്പോഴും വാട്സപ്പിലൂടെ തന്നെയായിരിക്കും. വാഗ്യൂ ഓർ എവർ ഷിഫ്റ്റിംഗ് ഡെലിവറി ടൈം ലൈൻ. നമ്മളുടെ ഡെലിവറി ടൈം ലൈൻ എപ്പോഴും ബ്രേക്ക് ചെയ്യും. ആ ഡെലിവറി ടൈം ലൈനിൽ വരിക ചെയ്യില്ല. അപ്പം നിങ്ങൾ ഈ ഒരു കണ്ടീഷൻസിൽ കൂടെ കടന്നു പോകുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അവനെ ക്ലോസ് ചെയ്യുക, പോയ പൈസ പോട്ടെ എന്ന് വയ്ക്കുക. ഹൗ ടു പ്രൊട്ടക്റ്റ് യുവർ സെൽഫ്. ഓൾവേസ് ഗെറ്റ് റിട്ടേൺ കൊട്ടേഷൻ ബിഫോർ പേയിങ്. എമൗണ്ട് വലുതാണെന്നുണ്ടെങ്കിൽ കഴിയുന്നത് ഇമെയിലിൽ കൂടെ ഹാൻഡിൽ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോമിൽ കൂടിയാണോ വാങ്ങാൻ പോകുന്നത് ആ പ്ലാറ്റ്ഫോമിൻ്റെ ചാറ്റ് ബോർഡിൽ കൂടെ കമ്മ്യൂണിക്കേഷൻ നടത്തുക. ക്ലിയർലി ഡിഫൈൻ ഡേറ്റ്സ് ഇൻ കോൺട്രാക്റ്റ്. ഡെലിവറി ഡേറ്റ്സ് മെൻഷൻ ചെയ്യുക, അല്ലെങ്കിൽ എത്ര ദിവസത്തിനുള്ളിൽ ഡെലിവറി ചെയ്യാൻ പറ്റും. അവോയ്ഡ് ആൾ അപ്ഫ്രണ്ട് അഡ്വാൻസസ് ടു അൺനോൺ വെൻഡേഴ്സ്. അൺനോൺ വെൻഡേഴ്സിൻ്റെ അടുത്ത് കഴിയുന്നതും ചിലപ്പോൾ ഒരു സീൻ ഉണ്ടാവും. വലിയ സപ്ലയർ ആയിരിക്കും, മാർക്കറ്റിൽ ട്രസ്റ്റഡ് സപ്ലയർ ആയിരിക്കും, പക്ഷെ അവർ ഫുൾ പേയ്മെൻറ്റ് ഇല്ലാണ്ട് ഷിപ്മെൻറ്റ് റിലീസ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരാളെ അയക്കുക, അല്ലെങ്കിൽ ഒരു സാമ്പിൾ എടുക്കുക, അല്ലെങ്കിൽ ഒരു ചെറിയ ഓർഡർ എടുത്തതിന് ശേഷം മാത്രമേ ഒരു ഫുൾ പേയ്മെൻറ്റ് കൊടുക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകുള്ളൂ. ചില സമയത്ത് പ്രൊഡക്റ്റ് നല്ലതാവും, പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ പർപ്പസിന് സൂട്ടാവില്ല, അപ്പോഴും വേസ്റ്റ് ആകും. സപ്ലയർ നല്ലതായിരിക്കും, പ്രൊഡക്റ്റ് നല്ലതായിരിക്കും, പക്ഷെ നിങ്ങളുടെ പർപ്പസിന് സൂട്ടാവില്ല, അപ്പോൾ നിങ്ങൾക്കത് വേസ്റ്റ് ആകും. ചെറിയ എമൗണ്ട് പർച്ചേസ് ചെയ്യാൻ എപ്പോഴും ശ്രമിക്കുക, ആദ്യത്തെ പർച്ചേസ് ആണെങ്കിൽ. റിയൽ എക്സാമ്പിൾ, ഡൽഹി സ്റ്റേഷനറി ഷോപ്പ് ഓണർ പെയ്ഡ് 8000 rupees ടോക്കൺ ഫോർ ബൾക്ക് പെൻസ്.
Supplier asked 3,000 rupees for GST filing, then 5,000 for delivery. Total 16,000, no delivery ever made. ചെറിയ അഡ്വാൻസ് മേടിക്കും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരിൻ്റെ ഒരു അഡ്രസ്സും ഉണ്ടാവില്ല. ഡ്യൂപ്ലിക്കേറ്റ് ആൻഡ് ലോ ക്വാളിറ്റി പ്രോഡക്റ്റ് സ്കാം, ഇത് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് സ്കാമാണ്. നമുക്ക് എവിടെയും പോയി കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റില്ല. മറ്റത് അഡ്വാൻസ് മേടിച്ചിട്ട് മുങ്ങിക്കളഞ്ഞവനെ വരെ നമുക്ക് എവിടെയെങ്കിലും വല്ല പോലീസിലോ സൈബർ ക്രൈമിലോ നമ്മൾക്ക് ഇൻഫോം ചെയ്യുക എന്തെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് എന്തായിരിക്കും അയച്ചു തരുന്നുണ്ട്? ബ്രാൻഡഡ് ഒറിജിനൽ ഗുഡ്സ്, വാറണ്ടി സർട്ടിഫിക്കേഷൻ, ഓതൻറ്റിക് പാക്കേജിങ്, സീരിയൽ നമ്പർ, കോമ്പറ്റിറ്റീവ് മാർക്കറ്റ് പ്രൈസ്, ഇതൊക്കെ നിങ്ങൾക്ക് ഓഫർ ചെയ്യും. പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ആവും പറഞ്ഞു തരുന്നത് ഭയങ്കരമായിരിക്കും. ഇവൺ നല്ല ക്വാളിറ്റിയുള്ള സാമ്പിൾ വരികയും ചെയ്യും. അതാണ് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞത്, സാമ്പിൾ നല്ലതാണെങ്കിലും നിങ്ങൾ വലിയ എമൗണ്ടിലേക്ക് നിങ്ങൾ നേരെ പർച്ചേസ് ചെയ്യാൻ പോരുത്. എസ്പെഷ്യലി നിങ്ങളൊരു ന്യൂ ബിഗിനറാണ് പർച്ചേസിങ്ങിൽ, അല്ലെങ്കിൽ പുതുതായിട്ട് ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ നിർബന്ധമായി കാണണം. അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ട്, റിലേറ്റീവ്സ്, ഹസ്ബൻഡ്സ്, ബോയ് ഫ്രണ്ട്, ഗേൾ ഫ്രണ്ട്, ആരെങ്കിലും ഒരു പുതിയ ബിസിനസ് തുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോകൾ കാണിച്ചു കൊടുക്കണം. ആദ്യം നമ്മളെങ്ങനെ സേഫ് ആക്കുക എന്നുള്ളതാണ് പണം സമ്പാദിക്കുന്നതിനേക്കാളിലും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. വാട്ട് ആക്ച്വലി അറൈവ്സ്? Duplicate counterfeit goods, no warranty documentation, poor quality, imitation packaging, price far too good to be true. ഇത് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച ഒരു ഘട്ടമാണ്. ഞാനൊരിക്കൽ റുവാണ്ടയിൽ, എനിക്ക് ആഫ്രിക്കയിലുള്ള റുവാണ്ടയിൽ, ആ റുവാണ്ടയിൽ കിഗാലി എന്ന് പറഞ്ഞ സ്ഥലത്ത് എനിക്ക് ഗാർമെൻറ്റിൻ്റെ ബിസിനസ് ഉണ്ടായിരുന്നു. ഞാൻ ഒരു ഫിലിപ്പിനോ ലേഡിയായിട്ട് ദുബായിൽ സംസാരിച്ചു. ജീൻസിൻ്റെ പ്രൈസ് തന്നു. പ്രൈസ് ഭയങ്കര, ഫോട്ടോ കണ്ടപ്പോൾ നൈസായിട്ട് തോന്നി. ഞാൻ ഓർഡർ കൊടുത്തപ്പോൾ വന്നത് യൂസ്ഡ് ആയിട്ടുള്ള ജീൻസ് ഉണ്ടല്ലോ, യൂസ്ഡ് ആയിട്ടുള്ള ജീൻസ് പാൻറ്റുകൾ. അത് എനിക്ക് കിഗാലിയിൽ കൊണ്ടുപോയി സെല്ല് ചെയ്യാൻ കഴിയില്ല. കാരണം അതേ പ്രൈസിന് എനിക്ക് പുതിയത് കിട്ടും. എനിക്ക് പുതിയത് പാകിസ്ഥാൻ മാർക്കറ്റിൽ തന്നെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അജ്മാൻ മാർക്കറ്റിൽ പുതിയത് കിട്ടും. പിന്നെ മാത്രമല്ല ഇത് എനിക്ക് ഒന്നിനും ഉപയോഗപ്പെടില്ല. എന്നിട്ട് ലാസ്റ്റ് ആ ലോട്ട് ഞാൻ വെറുതെ കൊടുക്കുക ചെയ്തത്. ഇതാണ് എപ്പോഴും നമ്മൾ ഒരാളെ ട്രസ്റ്റ് ചെയ്യുക എന്ന് പറയില്ല, എപ്പോൾ വേണമെങ്കിലും ചതിക്കപ്പെടാമെന്നുള്ളതില്ലേ. ചതിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്റ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. ഞാൻ ആ കംപ്ലൈൻറ്റും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളല്ല ഇവിടെയല്ല, ഞങ്ങൾ പറയേണ്ടത് എക്കണോമിക് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി പറഞ്ഞു. എക്കണോമിക് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി പറഞ്ഞപ്പോൾ നിങ്ങൾ ഒരു ഇൻവോയ്സ് വാങ്ങിക്കാണ്ട് ഒരു ഇൻഡിവിജ്വലിൻ്റെ അടുത്തല്ല വാങ്ങിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഈ സാധനം ഓണർ ചെയ്യില്ല. ദുബായിലാണെങ്കിലും, അല്ലെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ് ദുബായിലായിരുന്നത് കൊണ്ടാണ് ഞാൻ ദുബായ് എന്ന് പറയുന്നത്. ഇൻ്റർനാഷണൽ ബിസിനസ് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ദുബായ് എന്നും ആഫ്രിക്ക എന്നൊക്കെ പറയുന്നത്. നിങ്ങൾ ചിലപ്പോൾ നാട്ടിലായിരിക്കും, അതായത് ഇന്ത്യയിലുള്ള എക്സ്പീരിയൻസ് വേറെ ഡിഫറെൻ്റാണ്. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ടി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ദുബായിൽ അല്ലെങ്കിൽ മറ്റുള്ള UAE വേറെ ടൗണുകളിൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സപ്ലയർ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ സപ്ലയർ അവിടെ നിലനിൽപ്പുണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ വെറും 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് ഓടിപ്പോയി ചെല്ലാം. അല്ലെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ 2 മണിക്കൂർ കൊണ്ട് പോയി നോക്കുക, വരാം, അയാൾക്ക് കടയുണ്ടോ ഇല്ലയോ എന്ന് പോയിട്ട് നോക്കിയിട്ട് വരാം. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയല്ല. ഇന്ത്യയിൽ നമ്മൾ കേരളത്തിൽ നിന്ന് നമ്മുടെ ബയേഴ്സ് അധികവും നോർത്ത് ഇന്ത്യക്കാരാണ്, നമ്മൾ വാങ്ങുന്നതും അധികവും നോർത്ത് ഇന്ത്യൻ ഗുഡ്സാണ്. അപ്പോൾ ഇത് അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട് ഭയങ്കരമാണ്. കാരണം ഇത് ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്ത് അത്രയെങ്കിൽ 2-3 ദിവസം തന്നെ ചിലപ്പോൾ എടുക്കും. അയാൾ അവിടെ പോയിട്ട് ഒരു ഫേക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ പോയ യാത്ര എക്സ്പെൻസ് ഒക്കെ വെറുതെയാവും. ഇവിടെയാണ് ഒരു ബിഗിനർക്ക് എപ്പോഴും പാട്. നമ്മൾ അധികം പുതിയ ട്രസ്റ്റബിളായിട്ടുള്ള സപ്ലയർ കണ്ടുപിടിക്കുക എന്നുള്ളത് ബിസിനസ്സിൻ്റെ നെസസിറ്റിയാണ്. അപ്പോൾ എപ്പോൾ ശ്രദ്ധിക്കുക, കൗണ്ടർഫീറ്റ് ഗുഡ്സ് വരുന്നുണ്ടോ കഴിയണതും അവരുടെ വെബ്സൈറ്റുകൾ, അവരുടെ ഗൂഗിൾ പേജ് നോക്കുക. അതിൽ റിവ്യൂ എഴുതിയിട്ടുണ്ടെങ്കിൽ, റിവ്യൂ എഴുതിയ കമ്പനീൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അവിടെ വിളിക്കുക, ചോദിക്കുക ഇയാൾ ട്രസ്റ്റബിൾ ആണോ, ഇയാളുടെ പ്രൊഡക്റ്റ് എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ അവരുടെ അടുത്ത് മേടിച്ച് നോക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തതിന് മാത്രമേ പുതിയ സപ്ലയറിൻ്റെ അടുത്ത് നമ്മൾ പോകാവൂ. എസ്പെഷ്യലി നോർത്ത് ഇന്ത്യയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അധികവും ഫ്രോഡുകൾ നമ്മൾക്കിപ്പോൾ ഇന്നത്തെ കാലത്ത് നോർത്ത് ഇന്ത്യയിൽ നിന്നാണ്. എസ്പെഷ്യലി രാജസ്ഥാൻ, UP, ഗുജറാത്ത് അങ്ങനെയുള്ള സ്റ്റേറ്റുകളിൽ നമുക്ക് ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. മുമ്പ് ഞങ്ങളൊക്കെ ദുബായിൽ പോണ കാലത്ത് ഒരു ആഫ്രിക്കൻ ഡീലറായിട്ട് നമ്മൾ ഡീൽ ചെയ്യാൻ അപ്പോഴും അയക്കും. കാരണം ഇതേ ഒരു പ്രശ്നം തന്നെ, സ്കാമിൻ്റെ ഒരു പ്രശ്നം തന്നെ.
ഓക്കെ, നമ്മൾ ഇനി കൗണ്ടർ ഫീറ്റ് വന്നു കഴിഞ്ഞ് പാക്കേജിങ് വാസ് ഡാമേജ് ഡ്യൂറിങ് ദ ട്രാൻസിറ്റ്. പാക്കേജ് ട്രാൻസിറ്റിൽ ഇതായി, കാർഗോക്കാരൻ്റെ മിസ്റ്റേക്കാണ്. പിന്നെ പറയുന്നത് ഇത് നിങ്ങൾക്ക് ലോ ക്വാളിറ്റി പ്രൈസ് തന്ന് നിങ്ങൾക്ക് ലോ ക്വാളിറ്റി ഐറ്റം, നിങ്ങൾക്ക് ഫസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ പ്രൈസ് കൂടുതൽ തരണം. റിട്ടേൺ നോട്ട് ആക്സെപ്റ്റഡ്, ഞങ്ങൾ ഒരിക്കലും റിട്ടേൺ എടുക്കില്ല. കോൾ അടിച്ച് കഴിഞ്ഞാൽ കോളേഴ്സ് ഫോൺ നമ്പർ ആൻസേർഡ്. ഒരുപാട് പ്രഷർ ചെയ്ത് കഴിഞ്ഞാൽ കോൾ ബ്ലോക്ക് ചെയ്തു, ഞങ്ങൾ വിളിക്കേണ്ടെന്ന് പറയണം, തീരുന്നു. അല്ലെങ്കിൽ ഒരു ചെറിയൊരു അടി ഉണ്ടാവണം, നീ പോലീസിനെ പോയി പറയാമെന്ന് പറയണം, അതോടുകൂടി തീരുന്നു. ഹൗ ടു അവോയ്ഡ്, എങ്ങനെ നമ്മളിത് അവോയ്ഡ് ചെയ്യാം? ബൈ ഫ്രം ഓത്തറൈസ്ഡ് ഡിസ്ട്രിബ്യൂട്ടർ, ഇൻസ്പെക്ട് സാമ്പിൾ ബിഫോർ ബൾക്ക് ഓർഡർ, വെരിഫൈ സീരിയൽ നമ്പർ, ചെക്ക് ബ്രാൻഡ്സ് ഒഫീഷ്യൽ ഡീലേഴ്സ് ലിസ്റ്റ്. നിങ്ങളൊരു ബ്രാൻഡഡ് ഐറ്റമാണ് വാങ്ങുന്നതെങ്കിൽ വേഗം കമ്പനിയുടെ, ഒറിജിനൽ കമ്പനിയുടെ അല്ലെങ്കിൽ ടാറ്റൻ്റെ ആണെന്നുണ്ടെങ്കിൽ ആ ബ്രാൻഡ് ഡീലറാണോ, ഓത്തറൈസ്ഡ് ഡീലറാണോ എന്ന് കമ്പനിയിൽ വിളിച്ച് ചോദിക്കുക, അല്ലെങ്കിൽ വെബ്സൈറ്റിൽ പോയി നോക്കുക നിങ്ങൾ ചെയ്യണം. ബ്രാൻഡഡ് ഐറ്റമാണ് വാങ്ങുന്നതെങ്കിൽ. റിയൽ ലൈഫ് എക്സാമ്പിൾ ഞാൻ പറയാം. ഹൈദരാബാദിൽ ഒരു മൊബൈൽ ഷോപ്പ് 50 ആപ്പിൾ ചാർജസ് വാങ്ങി ഫ്രം എ ടെലഗ്രാം ഗ്രൂപ്പ്, 120 ഈച്ച്. All 50 were fakes. 3 caught fire. Shop faced customer complaint and legal notice. മൊബൈൽ ചാർജറിൽ പോലും കളിപ്പിക്കുന്ന ആളുകളുണ്ട്. അപ്പം നമ്മൾ ശ്രദ്ധിക്കുക, കൗണ്ടർ ഫീറ്റ് വരാതെ നോക്കുക. നമ്മളുടെ തന്നെ ബാക്ക് എപ്പോഴും സപ്പോർട്ട് ചെയ്യുക. എന്നിട്ട് മതി എന്ന് പറഞ്ഞാൽ ലാഭം കൊയ്യലിനേക്കാൾ എന്നുള്ളത് കയ്യിലുള്ള പൈസ പോകാതിരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ഒരു കാര്യം. ഇനിയും ഈ സ്കാം കൂടിക്കൊണ്ടേയിരിക്കുകയുള്ളൂ. കാരണം മാർക്കറ്റിൽ നേരായ രീതിയിൽ പണം ഉണ്ടാക്കൽ വലിയ ബുദ്ധിമുട്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത് നിങ്ങൾക്കും എനിക്കും അറിയാവുന്ന സത്യമാണ്. അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ സ്കാം ചെയ്യാൻ ആളുകൾ കൂടുതൽ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾക്ക് നോക്കാം എങ്ങനെ നമുക്ക് ഇതിനെ ഡിഫെൻഡ് ചെയ്യാമെന്ന്. അടുത്തത്, ഇത് നിങ്ങളൊരു ബിസിനസ്സിൽ ഇൻവോൾവ് ആവണമെങ്കിൽ, എസ്പെഷ്യലി എക്സ്പോർട്ട് ഇമ്പോർട്ടിലാണ് നിങ്ങൾ പരിചയമില്ലെങ്കിൽ തുടങ്ങാൻ പോവുകയാണ്, നിങ്ങൾ പുതിയ ഒരു എക്സ്പോർട്ട് ഇമ്പോർട്ട് ബിസിനസ് തുടങ്ങുകയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിങ്ങൾ ജോയിൻ ചെയ്തു, അങ്ങനെയുള്ള എക്സ്പോർട്ടേഴ്സ് ഇന്ത്യ പോലുള്ള വെബ്സൈറ്റുകളിൽ നിങ്ങൾ ജോയിൻ ചെയ്തു എങ്കിൽ നിങ്ങൾക്ക് കോമൺ ആയിട്ട് കേൾക്കാൻ പറ്റുന്ന ഒരു സ്കാമാണ് ഇത് ഞാൻ പറയാൻ പോകുന്നത്. ദുൽഖർ സൽമാൻ്റെ ലസ്കി ഭാസ്കർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമയുണ്ട്. അതിലൊരു സിറ്റുവേഷൻ ഉണ്ട്. ദുൽഖർ സൽമാൻ ആണെങ്കിൽ പൈസൻ്റെ ആവശ്യം നിറയുണ്ട്. പെട്ടെന്ന് ഒരാൾ ദുൽഖർ സൽമാൻ്റെ ബാങ്കിൽ വരുന്ന, എനിക്ക് ഒരു കസ്റ്റംസ് ക്ലിയറൻസിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്, എനിക്ക് കസ്റ്റം ഡ്യൂട്ടി പേ ചെയ്യാൻ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും കൂടുതൽ എമൗണ്ട് വന്നു, അതുകൊണ്ട് എനിക്കൊരു ലോണ് വേണം. അപ്പോൾ അതിന് ടെമ്പററി ആയിട്ട് അവിടെ ബാങ്കിൽ സൂക്ഷിക്കുന്ന ക്യാഷ് ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് എടുത്തു കൊടുത്തിട്ടാണ് ദുൽഖർ സൽമാൻ്റെ ഫ്രോഡ് ജീവിതം തുടങ്ങുന്നത്. ദുൽഖർ സൽമാൻ്റെ ക്യാരക്ടറിൻ്റെ ഫ്രോഡ് ജീവിതം തുടങ്ങുന്നത് ഇതുതന്നെയായിരിക്കും. ഫോറിൻ ട്രേഡ് ഏജൻറ്റ്സ് കോൺടാക്ട് യു ത്രൂ ലിങ്ക്ഡ്ഇൻ ഓർ വാട്സപ്പ്, ഓഫ് ഓവർസൈസ്ഡ് കൺസൈൻമെൻറ്റ് ഇലക്ട്രോണിക്സ് റോ മെറ്റീരിയൽ മെഷീനറി അറ്റ് എ സ്റ്റീപ്പ് ഡിസ്കൗണ്ട്. ഇങ്ങനെ ദുബായിൽ നിന്ന് വരുന്ന ഞാൻ ഒരു ഉദാഹരണത്തിന് പറയുകയാണ്, ഒരു കൺസൈൻമെൻ്റ് ഉണ്ട്, അത് ഇത്ര ഷിപ്മെൻറ്റ് വരുന്ന ഇതിൽ ഞാൻ എന്താണെന്ന് പറഞ്ഞാൽ പെട്ടുപോയി. ഗുഡ്സ് ആർ സ്ട്രക്ക് അറ്റ് എ പോർട്ട്, കസ്റ്റംസ് ക്ലിയറൻസ് ഫീ നീഡഡ് അർജൻറ്റ്ലി. പെട്ടെന്ന് കസ്റ്റംസ് ക്ലിയറൻസിൻ്റെ ഫീസ് കൊടുക്കണം, ഇല്ലെങ്കിൽ ഡീമറേജസ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അവർ പറയും 25,000 മുതൽ 2 ലക്ഷത്തിലുള്ള ഒരു ചെറിയ ഒരു കസ്റ്റംസ് ക്ലിയറൻസിൻ്റെ ഫീ നിങ്ങൾ തന്നാൽ മതി, ഗുഡ്സ് ഞാൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ തരാം, മാർക്കറ്റിലുള്ളതിനേക്കാൾ ഒരു 30-35% ലോ കോസ്റ്റിന്. പക്ഷേ അത് വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 60% 100 രൂപ മുതൽ 160 രൂപയ്ക്കൊക്കെ വിൽക്കാം. കാരണം അത്ര ഇതിലല്ല കിട്ടുന്നത്. ന്യൂ ഫീസ് അപ്പിയേഴ്സ്, പോർട്ട് സ്റ്റോറേജ്, റിലീസ് ബോണ്ട്, ഏജൻറ്റ് ചാർജസ്. പൈസ കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ സ്വഭാവം മാറും. പിന്നെ പറയും, സാറേ അവിടെ ഞങ്ങൾക്ക് ഈ പൈസ പോരാ, അല്ലെങ്കിൽ കസ്റ്റം ഡ്യൂട്ടി മാത്രമല്ല, കഴിഞ്ഞാൽ ഷിപ്പിംഗ് ലൈനിൻ്റെ ചാർജ് ഉണ്ട്, ഡീമറേജസ് ഉണ്ട്, മറ്റേ വണ്ടീൻ്റെ ചാർജ് ഉണ്ട്, ഇതുണ്ട്, ലേബർ ചാർജസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു നീണ്ട നിരയാണ്. ഷിപ്പ് വാസ് നോട്ട് റിയൽ കോൺട്രാക്ട്. അങ്ങനെ ഒരു ഷിപ്മെൻറ്റ് ഉണ്ടായാലോ ഒന്നുമില്ല. റെഡ് ഫ്ലാഗ് എവിടെയൊക്കെയാണ് ചുവന്ന കൊടി എന്ന് പറയാം. ഒന്ന്, ബിൽ ഓഫ് ലേഡിങ് തരില്ല, ഓർ വെരിഫയബിൾ ട്രാക്കിംഗ്. ഇവരുടെ ഏരിയ എപ്പോഴും എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ട് എക്സ്പോർട്ടിൽ പുതിയ ആളുകളായിരിക്കും ഇവരുടെ ഏരിയ.
അപ്പോൾ അവരധികം ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് ഡോക്യുമെൻറ്റേഷൻ വേണ്ടെന്ന് പോലും അറിയില്ല. എനിക്ക് അവൻ്റെ അടുത്തൊരു പ്രോഡക്റ്റ് ഉണ്ടാവും, മാർക്കറ്റിൽ പുറത്തുണ്ടാകും, അപ്പോൾ അത് അവൻ ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്വർടൈസ് ചെയ്തുകൊണ്ടിരിക്കുക, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആരെയായിരിക്കും ഇവരുടെ തരാം. അപ്പോൾ അതുകൊണ്ട് ബിൽ ഓഫ് ലേഡിങ് തരില്ല. തന്നു കഴിഞ്ഞാൽ തന്നെ, അല്ലെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, സാറേ ബിൽ ഓഫ് ലേഡിങ് നിങ്ങൾ പേയ്മെൻറ്റ് തായോ, അല്ലാണ്ട് ഞാൻ എങ്ങനെയാണ് ബിൽ ഓഫ് ലേഡിങ് തരിക. പിന്നെ മാത്രമല്ല, നിങ്ങളിത് കസ്റ്റംസിൽ വിളിച്ച് ചോദിക്കരുത്, വിളിച്ച് ചോദിക്കഴിഞ്ഞാൽ എൻ്റെ ഷിപ്മെൻറ്റ് ഒരിക്കലും കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സീൻ ഉണ്ടാക്കും. നോൺ ഷിപ്പിംഗ് ലൈൻ ഓർ പോർട്ട് റെഫറൻസ്. ഷിപ്പിംഗ് ലൈൻ എന്ന് പറഞ്ഞിട്ട് തന്നു കഴിഞ്ഞാലും തന്നെ അത് ഒരു വലിയൊരു ഷിപ്പിംഗ് ലൈൻ ആയിരിക്കില്ല. അവർ കാണുന്നുണ്ടെങ്കിൽ ഓൺലൈൻ ട്രാക്കിംഗ് ഉണ്ടാവില്ല. ഇനി അഥവാ ഓൺലൈൻ ട്രാക്കിംഗ് ഉണ്ടായിരിക്കും, ഫേക്ക് വെബ്സൈറ്റ് ആയിരിക്കും. പേ അർജൻറ്റ്ലി ഓർ ഗുഡ്സ് ടു ബി ഓപ്ഷൻഡ്. എത്ര പെട്ടെന്ന് വേണം പേ ചെയ്യാൻ. സാറേ പ്ലീസ് സാറേ എന്ന് പറഞ്ഞിട്ട് അർജൻറ്റ് ക്ലിയർ ചെയ്ത് വിളിച്ചുകൊണ്ടേയിരുന്നിട്ട് നമ്മളുടെ അടുത്ത് പൈസ വാങ്ങും. കോൺടാക്ട്സ് ഓൺലി വയ വാട്സപ്പ്. ഓഫീസിൽ വരികയില്ല, അല്ലെങ്കിൽ നമ്മൾ ഓഫീസ് എവിടെയാണെന്ന്. എനിക്ക് ഓഫീസില്ല, അവന് ഒരു പക്ഷേ പറയും എനിക്ക് ഓഫീസില്ല, ഞാൻ ആദ്യമായിട്ട് ഇറക്കിയതാണ്, അതുകൊണ്ടാണ് എനിക്ക് പെട്ടതെന്ന് പറയും. പ്രൊട്ടക്റ്റ് യുവർ സെൽഫ്. അതല്ലെങ്കിൽ ചിലപ്പോൾ പറയും ഇവന് കസ്റ്റംസിന് കൈക്കൂലി കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചോദിക്കാൻ പറ്റില്ല. എപ്പോഴും ഓൾവേസ് വെരിഫൈഡ് വിത്ത് എ ലൈസൻസ്ഡ് CH. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായത് നിങ്ങൾക്കത് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്. ഒരു ഉദാഹരണത്തിന് 20 ഫുഡ് കണ്ടെയ്നർ നിറയെ LED TVകൾ മാർക്കറ്റിലുള്ളതിനേക്കാളിലും ഒരു 35% കോസ്റ്റ് ലെസ്. കാരണം നമ്മൾ സ്വാഭാവികമായിട്ടും ബിലീവ് ചെയ്യും ചൈനയിൽ ഇതിൻ്റെ മേക്കിംഗ് കോസ്റ്റ് കുറവാണ്. അപ്പോൾ അതും ചെറിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മതി. അതും ചെറിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മതി. കാരണം അതോടുകൂടി നിങ്ങൾക്ക് ഷിപ്മെൻറ്റ് കിട്ടുന്നു. നിങ്ങൾക്ക് ബിൽ ഓഫ് ലേഡിങ് തരികയാണെങ്കിൽ ഷിപ്പിംഗ് ലൈനിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് ട്രാക്കിങ്ങിൽ അടിച്ച് നോക്കണം. ഇതിലും പറ്റിക്കപ്പെടാം. അവിടെ ഉള്ളിലുള്ള ഏതെങ്കിലും ഒരു ഏജൻറ്റിൻ്റെ അടുത്ത് ഒരു ഡമ്മി ഷിപ്പിംഗ് ലൈൻ ഏതെങ്കിലും ഒരു ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലോജിസ്റ്റിക്സ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു BL നമ്പർ തരിക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അപ്പോൾ നിങ്ങൾക്ക് അവിടെ അടിച്ച് നോക്കി, ഞാൻ പറഞ്ഞു കേട്ടിട്ട് നിങ്ങളവിടെ ഷിപ്പിംഗ് ലൈനിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് ട്രാക്കിംഗ് ഡീറ്റെയിൽസിൽ അടിച്ചു നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റി ഷിപ്പിംഗ് അത് അങ്ങനെ ഒരു ഷിപ്മെൻറ്റ് വരുന്നുണ്ടെന്ന്. നെവർ പേ ക്ലിയറൻസ് ഫീസ് ടു അൺനോൺ ഏജൻറ്റ്. അൺനോൺ ഏജൻറ്റിന് ഡയറക്റ്റായിട്ട് നിങ്ങൾ ക്ലിയറൻസ് ഫീ കൊടുക്കരുത് ഒരു കാരണവശാലും. ഇൻ്റർനാഷണൽ ഡീൽസ് ലൈസൻസ്ഡ് CH അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ഡീൽ ചെയ്യരുത്. ഇൻ്റർനാഷണൽ ഡീൽസ് റിക്വയർ പ്രോപ്പർ LC സ്വിഫ്റ്റ് പേയ്മെൻറ്റ്. ഇൻ്റർനാഷണൽ ഡീൽസ് എപ്പോഴും പ്രോപ്പർ LC, ലെറ്റർ ഓഫ് ക്രെഡിറ്റ് അല്ലെങ്കിൽ സ്വിഫ്റ്റ് പേയ്മെൻറ്റ്. ഇത് രണ്ടും ഞാൻ പിന്നെ വേറൊരു കോഴ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരായിരിക്കും. ഒന്നില്ലെങ്കിൽ ഇമ്പോർട്ട് എക്സ്പോർട്ടിലോ അല്ലെങ്കിൽ ലോജിസ്റ്റിക്സിലോ. റിയൽ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ പറയാം. സൂറത്ത് എക്സ്പോർട്ടർ lost 2.23 lakhs in 2023. A Dubai buyer said his 18 lakh fabric consignment was seized. Need 2.3 lakh in customs bond after payment. Completely unreachable. ഇതൊക്കെ മാർക്കറ്റിൽ സംഭവിക്കുന്നതാണ്. എപ്പോഴും അവെയർഡ് ആയിരിക്കാം. അടുത്തത് ഫേക്ക് മാർക്കറ്റ് പ്ലേസസ് ആൻഡ് സൈക്കോളജിക്കൽ ട്രാപ്സ്. നമുക്ക് അറിയുന്ന B2B പോർട്ടൽസുകളുണ്ട്. ഉദാഹരണത്തിന് ഇന്ത്യ മാർട്ട്, ട്രേഡ് ഇന്ത്യ, എക്സ്പോർട്ടേഴ്സ് ഇന്ത്യ, ആലിബാബ, അങ്ങനെ ഒരുപാട് B2B പോർട്ടൽ. ഇവരുടെ തന്നെ ക്ലോൺഡ് ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം, അതേപോലെ തോന്നിക്കുന്ന പ്ലാറ്റ്ഫോം. ചെറിയ പ്രൈസിനിങ്ങനെ നമ്മളെ ലിസ്റ്റ് ചെയ്യും. കണ്ടു കഴിഞ്ഞാൽ എസ്പെഷ്യലി അറിവില്ലാത്തവരാണ് ഇങ്ങനെയുള്ള തട്ടിപ്പുകളിൽ ചെന്ന് ചാടുന്നത്. ഫേക്ക് ലിസ്റ്റിംഗ് പറഞ്ഞാൽ സപ്ലയേഴ്സ് പ്രൊഫൈൽസ് വിത്ത് കോപ്പീഡ് പ്രൊഡക്റ്റ് ഇമേജസ് ആൻഡ് റിവ്യൂ. മുഴുവനും ചീപ്പർ പേയ്മെൻ്റ് ആയിരിക്കും, ചീപ്പർ പ്രൊഡക്റ്റ് പ്രൈസിങ് ആയിരിക്കും. പേയ്മെൻറ്റ് റീഡയറക്ട്, ചെക്ക്ഔട്ട്, സെൻഡ് മണി ടു സ്കാമർ അക്കൗണ്ട്, നോട്ട് പ്ലാറ്റ്ഫോം, എസ്ക്രോ. പേയ്മെൻറ്റ് സ്കാമറിൻ്റെ അക്കൗണ്ടിലേക്കായിരിക്കും പോയിക്കൊണ്ടിരിക്കുക. എസ്ക്രോ ഉപയോഗിക്കാൻ വലിയ പേയ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ, എസ്ക്രോ സർവീസ് ഉപയോഗിക്കാനാണെന്നുണ്ടെങ്കിൽ കഴിയുന്നതും നോക്കുക. എന്താ എസ്ക്രോ സർവീസ് എന്നുള്ളത് വേറെ വീഡിയോ പറഞ്ഞായിരിക്കും. വളരെ ചുരുക്കത്തിൽ പറയാം. ഒരു തേർഡ് പാർട്ടി പേയ്മെൻറ്റ് സർവീസാണ്. ഇപ്പോൾ ഉദാഹരണത്തിന്
ഞാൻ കേരളത്തിലിരിക്കണം, എനിക്ക് ദുബായിലൊരു കസ്റ്റമറുണ്ട്. ആ ദുബായിലൊരു കസ്റ്റമറുമായിട്ട് ഞാൻ ഒരു ഡീലിലെത്തി ഒരു കണ്ടെയ്നർ മൊത്തം ഏലക്ക ഞാൻ എക്സ്പോർട്ട് ചെയ്യാൻ റെഡിയായി. പക്ഷെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബയ്യറിന് എന്നെ വിശ്വാസമില്ല. ഞാൻ അയക്കുമോ പേയ്മെൻറ്റ് അയച്ചതിന് ശേഷം എനിക്ക് ബയ്യറിനെയും വിശ്വാസമില്ല. ഞാൻ ഷിപ്മെൻ്റ് അയച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ പേയ്മെൻറ്റ് തരുമോ ഇല്ലയോ എന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഇത് വരും. പ്രൈസിങ്ങിൽ ഇഷ്യൂ ഇല്ല, ക്വാളിറ്റിയിൽ ഇഷ്യൂ ഇല്ല, വേറെ ഒന്നുമില്ല. സാമ്പിൾ കൊടുത്തു എല്ലാം അപ്രൂവായി വാങ്ങിക്കാനുണ്ട്. ഇങ്ങനെയുള്ള സമയത്ത് ഒരു തേർഡ് പാർട്ടി സർവീസാണ് എസ്ക്രോ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ അടുത്ത് ബയ്യർ പേയ്മെൻ്റ് ഇടും, നമ്മൾ പ്രോഡക്റ്റ് അവിടെ പോകുന്നു, പ്രോഡക്റ്റ് ഓക്കെ ആണെന്ന് പറയുന്നു, ആ എസ്ക്രോ സർവീസ് നമുക്ക് പേയ്മെൻറ്റ് റിലീസ് ചെയ്യുന്നു. അപ്പോൾ ഇതിന് നമുക്ക് വേറൊരു ഭാഗത്ത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. സീറോ സപ്പോർട്ട്. ഇവിടെ നമ്മൾ ഈ ഫേക്ക് ആയിട്ടുള്ള മാർക്കറ്റ് പ്ലേസസിൽ നമ്മൾ ഈ B2B പ്ലാറ്റ്ഫോം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് ശേഷം ഒരു കോൺടാക്ട് നമ്പർ ഉണ്ടാവില്ല, ഒരു ലൈവ് ചാറ്റും ഉണ്ടാവില്ല, പെട്ടെന്ന് അവർ ഡിസപ്പിയർ ചെയ്യും. സൈക്കോളജിക്കൽ ട്രാപ്സ് യൂസ്ഡ് ഓൺ ബയേഴ്സ്. ആർട്ടിഫിഷ്യലി ലോ പ്രൈസ്. കിട്ടാവുന്നതിൽ ഏറ്റവും ലോവസ്റ്റ് മാർക്കറ്റ് പ്രൈസ് ഗ്യാരണ്ടീഡ് എന്ന് പറയും. ഫാൾസ് സ്കേഴ്സിറ്റി. ഇല്ല, അത് എന്താണ്, ഉടനെ തീരാറായി, വേഗം വാങ്ങിക്കൂ എന്നുള്ളൊരു എമർജൻസി. സ്പെഷ്യൽ റേറ്റ് എക്സ്ക്ലൂസീവ്ലി ഫോർ യു. നിങ്ങൾക്ക് മാത്രം ഇത്രയും, അത് നിങ്ങൾ പുതിയൊരു കസ്റ്റമർ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും നല്ല പ്രൈസ് തരുന്നത്. മാത്രമല്ല വേറെ അടുത്ത് പറയും 5 other buyers already confirmed order. Urgency creation. Again, offer expires in 2 hours, pay now. ഇങ്ങനെ ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ കുടുങ്ങിപ്പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ലെജിറ്റിമേറ്റ് B2B പോർട്ടൽ ഓഫ് ഇയേഴ്സ് ഓഫ് ഹിസ്റ്ററി. വേഗം പോകുക, ഹൂയിസ് സെർച്ച് ചെയ്യുക, ഹൂയിസിൽ ഈ വെബ് പേജിൻ്റെ ഡൊമൈൻ പേജ് അടിച്ചു കൊടുക്കുക, ഏത് ഇയറിലാണ് ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നോക്കുക. ഇവിടെയും നമ്മൾ ചതിക്കപ്പെടാൻ ചാൻസ് ഉണ്ട്. പഴയ ഡൊമൈൻ സെല്ല് ചെയ്യുന്ന ആളുകളുണ്ട്. ആ ഡൊമൈൻ സെല്ല് ചെയ്യുന്നവരുടെ അടുത്ത് മേടിച്ചിട്ട് ഇതിൽ ഹോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഓൾഡർ ഡൊമൈനാണെന്ന് അപ്പിയർ ചെയ്യും. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇതിലെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത്ര പുതിയ ഡൊമൈനാണ് എന്ന് നമുക്ക് കാണുകയാണെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ സ്റ്റെപ്പ് ബാക്ക് ചെയ്യണം. കഴിയുന്നതും B2B പോർട്ടലിൽ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ റഫർ നിങ്ങൾ ഒന്ന് യൂസ് ചെയ്യുക. ഇന്ന B2B പോർട്ടൽ നല്ലതാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3-4 പോർട്ടലുണ്ടല്ലോ, അതൊക്കെ ഞാൻ യൂസ്ഡ് ആയിട്ടുള്ള പോർട്ടലുകളാണ്. അപ്പോൾ ആ പോർട്ടലിൽ 100% സക്സസ് നമുക്ക് ഒരിക്കലും ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ല. 95% to 95% സക്സസ് നമുക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും. ഒരിക്കൽ പൂനെയിലൊരു ട്രേഡ് ഓണർ ആലിബാബ ഇന്ത്യ wholesale.com എന്ന വെബ്സൈറ്റിൽ ഒരു ഗൂഗിൾ ആഡ് വന്നതാണ്. അത് കണ്ടു. പെയ്ഡ് 32,000 for fabric. Site deleted within 48 hours. Domain was registered just 11 days before. ഓക്കെ, നിങ്ങളൊരു പുതിയ ഒരു ബയ്യറിനെ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ബയ്യർ വെരിഫിക്കേഷൻ ചെക്ക് ലിസ്റ്റ്. കംപ്ലീറ്റ് ഓൾ സ്റ്റെപ്പ് ബിഫോർ മേക്കിംഗ് എനി പേയ്മെൻറ്റ് ടു സപ്ലയർ. 1. കമ്പനി രജിസ്ട്രേഷൻ. സെർച്ച് MCA പോർട്ടൽ, mca.gov.in പോവുക. അതിൽ കമ്പനി രജിസ്ട്രേഷൻ ആക്റ്റീവ് സ്റ്റാറ്റസ് ആണ്, ഡയറക്ടർ നെയിം, അഡ്രസ്സ് എല്ലാം ഉണ്ടാവും. GST വെരിഫിക്കേഷൻ. വാലിഡേറ്റ് GSTIN, gst.gov പോവുക. ചെക്ക് ബിസിനസ് നെയിമും, അതായത് നിങ്ങൾക്ക് തന്ന GST നമ്പറും ബിസിനസ് നെയിമും മാച്ച് ഉണ്ടാകുമോ ഒന്ന്. കൺഫേം ഫയലിംഗ് സ്റ്റാറ്റസ്, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ CHN അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും എന്തെങ്കിലും ഫയലിംഗ് ഇഷ്യൂസ് അതിലുണ്ടോ, എന്താണ് ഫൈനുകളോ അങ്ങനെ കാര്യങ്ങളോ ഉണ്ടോ എന്നുണ്ടെങ്കിൽ മനസ്സിലാവും. ഫിസിക്കൽ അഡ്രസ്സ്. ഗൂഗിൾ മാപ്പിൽ അവർ ലിസ്റ്റഡ് ആണ്. ഫിസിക്കൽ അഡ്രസ്സ് ചെക്ക് ചെയ്യുക. സ്ട്രീറ്റ് വ്യൂ ചെക്ക് നടത്തുക. വീഡിയോ കോൾ ഫ്രം പ്രിമൈസസ് ചോദിക്കുക. വീഡിയോ കോൾ ചെയ്യാൻ പറയുക. അത് വെരിഫൈ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് നോക്കുക. റിട്ടേൺ കൊട്ടേഷൻ. ഏറ്റവും നല്ലത് നിങ്ങൾക്കൊരാളെ വിട്ടിട്ട് ഈ ഫിസിക്കൽ അഡ്രസ്സിൽ ആളുണ്ടോ അങ്ങനെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് വലിയ ഡീലാണെന്നുണ്ടെങ്കിൽ
Return quotation, complete quote, price, tax, delivery date, terms, return policy, no quote, no deal. റിട്ടേൺ കൊട്ടേഷൻ എപ്പോഴും വാങ്ങിക്കുക, കഴിയുന്നത് ഇമെയിലിൽ തന്നെ വാങ്ങിക്കുക. കൊട്ടേഷനിലെ ഡീലും വേണ്ട, കഴിയുന്നതും ഫോൺ ബേസ്ഡ് ആയിട്ടുള്ള വാട്സപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ഡീലുകൾ കഴിയുന്നത് ഒഴിവാക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ വലിയ എമൗണ്ടിൻ്റെ ആയിരിക്കും. പക്ഷേ നമ്മളുടെ ഒരു ഇന്ത്യൻ സാഹചര്യത്തിൽ വാട്സപ്പ് ഇമെയിലിനെ കവർ ചെയ്തു. ഒരു 87% ആളുകൾ വാട്സപ്പ് ഇമെയിലിന് തുല്യമായിട്ട് കണ്ടു തുടങ്ങി. പക്ഷേ വാട്സപ്പ് അയച്ച മെസ്സേജ് ഡിലീറ്റ് ചെയ്യാമെന്നുള്ളൊരു റിസ്ക് ഉണ്ട്. നമ്മളൊരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കാണിക്കുകയാണെങ്കിൽ. ഇമെയിലിന് അതില്ല. ഇമെയിലിന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാക്കാം. മാത്രമല്ല, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ പെപ്സിൻ്റെ ഒരു കമ്പനിയിൽ നിന്നാണ് നിങ്ങൾക്കൊരു ഇമെയിൽ വന്നത്. abc@pepsico.in എന്ന് പറഞ്ഞിട്ട് ഒരു ഇമെയിൽ വരുന്നതും abc@gmail.com അല്ലെങ്കിൽ pepsi@gmail.com എന്ന് പറഞ്ഞിട്ട് കമ്പനിയിൽ വരുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പേയ്മെൻറ്റ് ടേംസ്, ഇൻസിസ്റ്റ് ഓൺ പാർഷ്യൽ പേയ്മെൻറ്റ്, COD ഓർ എസ്ക്രോ. പാർഷ്യൽ പേയ്മെൻറ്റ് അതും അല്ലെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി, അതല്ലെങ്കിൽ എസ്ക്രോ. അവോയ്ഡ് 100% അഡ്വാൻസ് വിത്ത് ന്യൂ വെൻഡേഴ്സ്. അപ്പോഴും ട്രയൽ ഓർഡേഴ്സ് ഫസ്റ്റ്. Start with small batch. Inspect quality before committing to full order volume. ഒരു ട്രയൽ ഓർഡർ എപ്പോഴും കൊടുക്കുക. ഓക്കെ. കോമൺ ബയർ മിസ്റ്റേക്ക്, ട്രസ്റ്റിംഗ് വാട്സപ്പ് മെസ്സേജ് ടു ബ്ലൈൻഡ്ലി. പ്രൊഫഷണൽ ലുക്കിംഗ് കാറ്റലോഗ്സ്, GST സ്ക്രീൻഷോട്ട്, ഫേക്ക് റെഫറൻസസ്, ഫേക്ക് വീഡിയോസും ഉണ്ടാവും. എനിക്ക് അത്ര ഇത് കിട്ടി എന്ന് പറഞ്ഞിട്ട് റിവ്യൂ വീഡിയോസുകളൊക്കെ അവർ അതിൽ കൂടെ അയച്ചു തരും. ഓൾ ഈസിലി ഫാബ്രിക്കേറ്റഡ് ഓൺ വാട്സപ്പ് ഒഫീഷ്യൽ ചാനൽ, ഒഫീഷ്യൽ വെരിഫിക്കേഷൻ. പേയിങ് ഫുൾ അഡ്വാൻസ്, 100% അഡ്വാൻസ് to unknown supplier, transfer all risk to you. Once paid you, leverage disappear entirely. ഒരിക്കലും ഫുൾ അഡ്വാൻസ് പ്ലേ ചെയ്യാതിരിക്കുക പുതിയ വെണ്ടറിന്. സ്കിപ്പിംഗ് വെരിഫിക്കേഷൻ, നിങ്ങൾ നേരത്തെ എന്തെല്ലാം ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, അത് ചെക്കിങ് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഡേഞ്ചറിലാണ്. GST ലുക്കപ്പ് ടേക്ക് ഓൺലി 30 seconds. ആ വെബ്സൈറ്റിൽ പോയി GST നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് കാണാം, ഏത് വർഷത്തിലാണ് രജിസ്റ്റർ ചെയ്ത് എല്ലാ ഡീറ്റെയിൽസും കാണാം. MCA search takes only 2 minutes. Most victims skip both, costing them lakhs. Ignoring gut feeling. ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് എന്ത് തന്നെ ആയാലും ഇയാൾ ഫേക്ക് ആണെന്ന് നമുക്ക് തോന്നും. ആ തോന്നലിനെ നിങ്ങൾ ഒരിക്കലും ഇഗ്നോർ ചെയ്യരുത്. അങ്ങനെ നിങ്ങൾ ഒരു ഘട്ടത്തിൽ തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളത് ഫോളോ ചെയ്യണം. ഒരു പക്ഷേ നിങ്ങൾ പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫേക്കായിട്ടുള്ള മറ്റേ കോപ്പിയും കാര്യങ്ങളൊക്കെ അയച്ചു തരും. ഇതാണ് ലോറി ബുക്കിംഗ് റെസിപ്റ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ അയച്ചു തരും. അപ്പോൾ വീണ്ടും പേയ്മെൻറ്റ് ചോദിക്കുമ്പോൾ വണ്ടി വഴി നിന്നു, അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞിട്ട് തട്ടിക്കും. എവിടെയെങ്കിലും നിങ്ങൾ ഗട്ട് ഫീലിംഗ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഇത് തട്ടിപ്പാണെന്നുണ്ട് കഴിയുന്നെടുക്കുക, പോയപ്പോൾ പൈസ പൊട്ടേന്ന് വെക്കുക. കൂടുതൽ ട്രസ്റ്റ് ആകാനുള്ള കാര്യങ്ങൾ അവർ ഇട്ടുകൊണ്ട് തന്നേയിരിക്കും. കൂടുതൽ ട്രസ്റ്റ് ആവുന്ന കാര്യങ്ങൾ ഇട്ടുണ്ട്. നിങ്ങൾ ഒരു കാര്യം നോക്കുക, VRLൻ്റെ വെബ്സൈറ്റിൽ വരെ ഇത് പറഞ്ഞിട്ട് ഫേക്ക് VRL പറഞ്ഞിട്ട് വെബ്സൈറ്റുകളുണ്ട്. അതിന് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യരുത്. ഇതാണ് ഞങ്ങളുടെ ഒഫീഷ്യൽ വെബ് പേജ് എന്ന് പറഞ്ഞിട്ടാണ് അത് തുറക്കുന്നത് തന്നെ. അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് ഈ സ്കാമേഴ്സിനെ കൊണ്ട്. റഷിംഗ് ഡിസിഷൻ, നിങ്ങൾ ആർട്ടിഫിഷ്യൽ ഒരു അർജൻസിയിൽ സ്കാമേഴ്സ് ബെസ്റ്റ് വെപ്പണാണ്. പെട്ടെന്ന് അവരുണ്ടാക്കിയ ഒരു അർജൻസി ക്രിയേറ്റിൽ പെട്ടെന്ന് അയച്ചു എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിത് അവിടെ നിന്ന് വണ്ടി വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. റിയൽ സപ്ലയർ ഡോണ്ട് നീഡ് യു ടു ഡിസൈഡ് ഇൻ 10 minutes. മോസ്റ്റ് കോമൺ ട്രിഗർ. ഇത് ഞാനൊരു കേസ് സ്റ്റഡി പ്രിപ്പയർ ചെയ്തതാണ്. 6 ലക്ഷം രൂപയ്ക്കുള്ള ഒരു ബൾക്ക് ഓർഡർ ട്രാപ്പ്. സ്റ്റോറി എങ്ങനെയാണ് തുടങ്ങുന്നതെന്ന് പറയാം. എ മിഡ് സൈസ് ബാംഗ്ലൂർ റീറ്റെയിലർ സെർച്ച് ഫോർ LED bulbs. A manufacturer from Rajasthan WhatsApp with a professional catalog, GST certificate, factory photos, videos, pricing 28 below market. ബാംഗ്ലൂരിലുള്ള ഒരു LED ബൾബിൻ്റെ ഒരു റീറ്റെയിൽ ഷോപ്പ് ഉടമ നെറ്റിൽ നോക്കി
മാനുഫാക്ചറർ കണ്ടെത്തി അതിലേക്ക് ഇത് അയച്ചു, ഡീറ്റെയിൽസ് അയച്ചു, GST ഫോട്ടോ എല്ലാം കിട്ടി. ഇതാണ് ഫസ്റ്റ് ടൈം. റീറ്റെയിൽ പ്ലസ് ഒരു പ്ലേസസ് 6 lakhൻ്റെ ഓർഡർ കൊടുത്തു. സപ്ലയർ ക്രിയേറ്റ് അർജൻസി, ദിവാലി സ്റ്റോക്ക് റണ്ണിങ് ഔട്ട്, 50% അഡ്വാൻസ്, സെക്യൂർ യുവർ ഓർഡർ. 3 lakh ട്രാൻസ്ഫോർഡ് ബൈ നെഫ്റ്റ്. 3 ലക്ഷം പേയ്മെൻറ്റ് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇതൊരു നടന്ന സംഭവം. ഡെലിവറി ഡേറ്റ് കഴിഞ്ഞു. സപ്ലയർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ സ്ട്രൈക്കാണ്, ലോറി സ്ട്രൈക്കാണ്, ലോറി പോകുന്നില്ല, അല്ലെങ്കിൽ മറ്റേ കൺസോളാണ് ചെയ്യുന്നതെങ്കിൽ അവർ ട്രാൻസ്പോർട്ടേഷൻ സ്ട്രൈക്കാണ്. അതുകൊണ്ട് നിങ്ങളൊരു 80,000 കൂടി ഇട്ടതാണ്. പ്രിയോറിറ്റി ഡിസ്പാച്ച്, പെട്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഇതായിട്ട് നിങ്ങൾക്ക് ഡിസ്പാച്ച് ചെയ്തുതരാം. അപ്പം പ്രഷറിൽ ഒരു 80,000 കൂടെ ഇട്ട് കൊടുത്തു. അതിനുള്ള ന്യൂസ് കട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കും. എല്ലാം ഇന്ന് അവൈലബിൾ ആണ്. ടോട്ടൽ പെയ്ഡ് 3.8 lakhs. ഫോൺ കട്ട് ചെയ്തു. വാട്സപ്പ് ഷോസ് ലാസ്റ്റ് സീൻ 3 weeks ago. Website returns to 404 error. GST was registered to a fake identity. What went wrong? Price blinded verification claim completely. No MCA or factory visit done. വാങ്ങിക്കുന്നതിന് മുമ്പ് പുതിയ സപ്ലയറിൽ ഒന്ന് പോയിട്ട് ഫാക്ടറി ഒന്ന് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഈ വിഷയം ഒന്ന് ഒഴിവാക്കാമായിരുന്നു. അല്ലെങ്കിൽ വേറെ ഒരു സ്റ്റാഫിനെയെങ്കിലും നിങ്ങൾ അയക്കാമായിരുന്നു. നോ ട്രയൽ ഓർഡർ അറ്റംപ്റ്റഡ്. ആദ്യം ഒരു ട്രയൽ ഓർഡർ നോക്കിയില്ല. ഒരു ഇത്ര വലിയ ഓർഡർ ഉണ്ടെങ്കിൽ പോയാൽ പൊട്ടേന്ന് പറഞ്ഞൊരു സംഖ്യയിൽ ഒരു 10,000 രൂപേൻ്റെ ഒരു ചെറിയൊരു സംഖ്യ അയച്ചു കൊടുത്തില്ല. പെയ്ഡ് ഹ്യൂജ് അഡ്വാൻസ് ടു അൺനോൺ വെണ്ടർ. ഇതാണ് ഇവരുടെ മെയിൻ മിസ്റ്റേക്ക്. നോ റിട്ടേൺ കോൺട്രാക്ട് ഓർ ഡെലിവറി ബോണ്ട്. ഇപ്പോൾ ഇതിൽ നിന്നും പഠിച്ച പാഠം: ഫാക്ടറി വിസിറ്റ് ചെയ്യുക, അഡ്രസ് വെരിഫൈ ചെയ്യുക, ഓർഡർ 10,000 സാമ്പിൾ ബിഫോർ ബൾക്ക് ഡീൽ, ചെക്ക് GST ഗവൺമെൻറ് പോർട്ടൽ ബൈ യുവർ സെൽഫ്, റിട്ടേൺ ഡെലിവറി ഗ്യാരണ്ടി റിക്വയർഡ്, യൂസ് എസ്ക്രോ ഓർ പാർഷ്യൽ പേയ്മെൻറ്റ് പോളിസി. ഓക്കെ, നമ്മൾ ഈ പ്രസൻറ്റേഷൻ്റെ ലാസ്റ്റ് എത്തി. ചീപ്പ് ഡീൽസ് ഇൻക്രീസ് റിസ്ക്. എപ്പോഴും ചീപ്പ് ഡീൽസ് നമ്മളെ റിസ്ക് ചെയ്യും. 25 to 30% ബിലോ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് എപ്പോഴും ഫ്രോഡ് ഒരു സിഗ്നലാണ്. ജെന്യുവൻ സേവിങ് എപ്പോഴും മാക്സിമം 10 to 15% ആണ്. നിങ്ങൾ സ്വാഭാവികമായിട്ട് ആലോചിക്കുക, ഒരു അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ് ആണെന്ന് പറയും. അപ്പോൾ അതിന് ഒരു മാർക്കറ്റ് പ്രൈസ് ഉണ്ടാകും. എല്ലാവരും ആ ഒരു പ്രൈസിൽ നിന്ന് തന്നെയാണ് മേടിക്കുക. അതിൻ്റെ ആ ഒരു പ്രൈസിൽ നിന്നും ഒരു 30% നിങ്ങൾക്ക് തരാമെന്ന് പറയണമെങ്കിൽ സ്വാഭാവികമായിട്ട് അത് സ്കാമിൻ്റെ ഒരു സിഗ്നലാണ്. അഡ്വാൻസ് പേയ്മെൻറ്റ്സ് ആർ ഡേഞ്ചറസ്. ഫുൾ അഡ്വാൻസ് കൊടുക്കുന്നത് എപ്പോൾ ഡേഞ്ചറസ് ആണ് പുതിയ ഒരാൾക്ക്. അർജൻസി ഈസ് എ റെഡ് ഫ്ലാഗ്. എപ്പോഴും ഒരാൾ നിങ്ങൾ ഇപ്പോൾ പേയ്മെൻറ്റ് അയക്കും, ഇപ്പോൾ പേയ്മെൻ്റ് ആണെന്ന് വിളിച്ച് ശല്യം ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അത് സ്കാമിൻ്റെ ഒരു അടയാളമാണ്. വെരിഫിക്കേഷൻ ഈസ് ബയേഴ്സ് ഡ്യൂട്ടി. നിങ്ങളുടെ ഡ്യൂട്ടിയാണ് വെരിഫൈ ചെയ്യുന്നത്. ഇൻ ബിസിനസ് ട്രസ്റ്റ് ഈസ് നോട്ട് അസ്യൂംഡ്, ഇറ്റ് ഈസ് ബിൽഡ് ത്രൂ വെരിഫിക്കേഷൻ. GST, MCA, അഡ്രസ്, വീഡിയോ കോൾ. റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ സേവ്സ് യു. എപ്പോഴും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ കഴിയുന്നത് റൈറ്റിങ്ങിലാകാൻ നോക്കുക. അത് ഇമെയിലിൽ തന്നെ ആവുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സ്റ്റാർട്ട് സ്മോൾ, സ്കെയിൽ സേഫ്. ട്രയൽ ഓർഡേഴ്സ് എപ്പോഴും ഇനീഷ്യേറ്റ് ചെയ്യുക. അതിൽ ക്വാളിറ്റി ഇൻസ്പെക്ട് ചെയ്യുക. ട്രസ്റ്റ് ബിൽഡ് ചെയ്തതിന് ശേഷം മാത്രം വലിയ ഓർഡറിലേക്ക് പോവുക. Then place big one step at a time. Verify first, pay smart, stay protected. Thank you so much. ഇതുവരെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി അടുത്ത ക്ലാസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ വാങ്ങാൻ പോകുന്ന സീൻ അത് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത്, നിങ്ങൾ വിൽക്കാൻ പോകുമ്പോൾ ആസ് ഒരു ബയ്യറിൻ്റെ അടുത്ത് നിന്ന് എന്തെല്ലാം തരത്തിൽ ചതിക്കപ്പെടും, നമ്മളൊരു സെല്ലർ എന്നുള്ള നിലയ്ക്ക് ഒരു എങ്ങനെയെല്ലാം ചതിക്കപ്പെടും എന്നുള്ളതാണ് അടുത്ത ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. കഴിയുന്നത് നിങ്ങൾ പുതിയ ബിസിനസ് തുടങ്ങുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം ഒരു ബിസിനസ് തുടങ്ങുന്ന ആളാണെങ്കിൽ, ഈ കോഴ്സ് നിർബന്ധമായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിങ്ങൾ ഷെയർ ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എപ്പോഴും സേഫ് ആവുകയുള്ളൂ. താങ്ക് യു സോ മച്ച്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ കോഴ്സ് കഴിയുന്നത് ഫ്രീ ആക്കുക എന്നുള്ളത്.
ഞങ്ങൾ ഇതിന് എപ്പോഴും നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ബിസിനസ് പഠിക്കാനുള്ള സ്കൂളുകൾ വളരെ കുറവാണ്. കാരണം ബിസിനസ് സ്കൂളുകളുണ്ട്, ഇല്ലെന്ന് പറയില്ല. ആ ജാർഗൺസ് എന്തെന്ന് പറഞ്ഞെങ്കിൽ അധികം പ്രാക്ടിക്കലി നമ്മളുടെ മാർക്കറ്റിന് സൂട്ട് ചെയ്യുന്ന ഒന്നല്ല. അപ്പോൾ കഴിയുന്ന വെച്ചാൽ അല്ലെങ്കിൽ വേറെ തരം ബിസിനസ് കോച്ചിങ്ങുകാരുണ്ട്. അവരധികം എന്താണെന്ന് പറഞ്ഞാൽ മോട്ടിവേഷൻസ് ആയിരിക്കും കൊടുക്കുക. അങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ, അങ്ങനെ ചിന്തിക്കുക, വാട്ട് എവർ യു ആർ തിങ്കിങ് ദാറ്റ് ഗോയിങ് ടു ബിക്കം. ഇതൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതറിയാം. ഐ ആം ഗോയിങ് ടു ബി എൻ ഇലോൺ മസ്ക് വൺ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള നോളജ് നമ്മൾ ബിഗിനിങ്ങിലും ആ സാഹചര്യത്തിലും എത്തിപ്പെടുമ്പോൾ മാത്രമേ ഉള്ളൂ. എലോൺ മസ്ക് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് അമേരിക്കയിൽ പോകാതെ അവിടെ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ എലോൺ മസ്ക് എത്തില്ല. നമ്മൾ റൈറ്റ് പ്ലേസ്, റൈറ്റ് ടൈം ആൻഡ് റൈറ്റ് എഫേർട്ട്, ദാറ്റ്സ് ലീഡ്സ് ടു എഫിഷ്യൻസി. എഫിഷ്യൻസി വിൽ ലീഡ് യു ടു ദ സക്സസ്. താങ്ക് യു സോ മച്ച്. ഇത്രയും ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഈ വീഡിയോ കഴിയുന്നത് ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുക. നിങ്ങളുടെ സ്റ്റാഫിനും അല്ലെങ്കിൽ പുതുതായി ഒരു ബിസിനസ് തുടങ്ങാൻ പോകുന്ന ആളുകൾക്കും ഈ ചാനൽ റെക്കമെൻഡ് ചെയ്യുക. ഇനിയും കണ്ടൻറ്റുകൾ ഇടുന്നതാണ്. താങ്ക് യു സോ മച്ച്.